ഹലോ ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ ഇന്ന് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കിയാലോ? അതിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് സേവനാഴിയിലേക്ക് മാവിടാം. എനിക്ക് സാധാരണ നമ്മൾ വീട്ടിൽ എന്നും ദോശയും ഇഡലിയൊക്കെയാണ്. എന്നും ദോശ ഇഡലിയും ചപ്പാത്തിയൊക്കെയാണ്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാന്ന് വെച്ചു അല്ലേ ചേട്ടാ? അതെ. ചേട്ടന് ഇടിയപ്പം ഒക്കെ നല്ല താല്പര്യമാണ്. ഇഡലിയും അതേപോലെ നല്ല ഇഷ്ടമാണ്. എപ്പോഴും ചേട്ടൻ ഇടിയപ്പം ഉണ്ടാക്കാടേന്ന് പറഞ്ഞു. അതാണ് ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാന്ന് വെച്ചത്. ഇടിയപ്പത്തിന് എന്താ കറി? ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. നമുക്ക് ഉരുളൻകിഴങ്ങ് സ്റ്റൂ നല്ലതാ. സാധാരണ നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയപ്പം ഉരുളൻകിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത്. സ്റ്റൂ മുട്ടക്കറി ആകാന്ന് വിചാരിച്ചു. കടലക്കറി നല്ല ടേസ്റ്റാ. അപ്പൊ നമ്മള് മുട്ടക്കറി ആക്കാന്ന് വിചാരിച്ചു. ഇതെല്ലാം ഒന്ന് പീച്ച് തീർന്നു. എന്നിട്ട് മുട്ടക്കറിയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് മഴയൊക്കെ ഇല്ലാത്തോണ്ട് എല്ലാം ചെയ്യാനൊരു മൂടുണ്ട് കേട്ടോ. മഴയില്ല, പക്ഷെ 2 ദിവസം കൊണ്ട് മൂടി കെട്ടി കിടക്കുക. മഴ 2 ദിവസമായിട്ട് 2 ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു. ഇന്നൊക്കെ നല്ലൊരു തെളിച്ചമുണ്ട്. വൃശ്ചിക മോഡലാ. വൃശ്ചികത്തിന്റെ മോഡലാ. അപ്പോൾ നമ്മൾ ഇഡലിക്കുട്ടത്തിൽ വെള്ളമൊക്കെ വെച്ച് ഇനി ഇടിയപ്പത്തിന്റെ തട്ട് നമുക്ക് അത് തിളച്ചിട്ടുണ്ട് വെള്ളം. ഇടിയപ്പത്തിന്റെ തട്ട് അതിലേക്ക് ഇറക്കി വെക്കാം. അല്ലേ ചേട്ടാ? ഇനിയിപ്പോ നമുക്ക് ഇടിയപ്പത്തിന്റെ തട്ട് ഓരോന്നിട്ട് എടുത്ത് വെക്കാം. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം പാട്ടൊക്കെ വരുന്നില്ലേ? നല്ല സന്തോഷം മൂടില്ല. അത് അടച്ചു വെക്കാം. ഇല്ലേ? സവാള കാണുമ്പം ഇല്ലേ അരിപ്പൊടി അതുള്ള പാട്ടിന്റെ ഓർമ്മ വരുന്നു. ഇനി മുട്ടക്കറി ഉണ്ടാക്കാൻ പോവില്ലേ ശാലു? നമ്മള് മുട്ടക്കറി വെക്കാൻ പോവില്ലേ? നമുക്ക് മുട്ടക്കറി വെക്കാം. അപ്പൊ എളുപ്പം മുട്ടക്കറി എളുപ്പം ഒന്ന് ചൂടായി. ഈ ഉള്ളി ചേട്ടന് ഇഷ്ടമാണോ? എനിക്കിതൊന്നും നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെ പറ്റി കാണിക്കുകയൊക്കെ ചെയ്തു. ഈ ഉള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ടായിട്ടുള്ള ഉള്ളിയാണ്. ഇതിന്റെ ഒരു ചെറുതും കൂടെ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. ഇത് അടിപൊളി ഉരുളിയാ, എനിക്ക് ഇഷ്ടം. ഇതിന്റെ ഇറച്ചി വെക്കാൻ വലിയൊരു ഉരുളി ഉണ്ട്. നമ്മുടെയൊക്കെ വീട്ടില് വലിയ വലിയ ഉരുളികളൊക്കെ ഉണ്ടാവും ഇല്ലയോ? ഇത് ഇറച്ചി വെക്കാനൊക്കെ ഇതിന്റെ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഇറച്ചിയൊക്കെ ഒരു 2 കിലോ ഇറച്ചിയൊക്കെ വെക്കാൻ നല്ല അടിയിലൊന്നും പിടിക്കത്തില്ല. നല്ല പാത്രം. നമുക്ക് മുട്ട വെക്കുന്നതിലേക്ക് കണക്കാം. പാത്രം ഒന്ന് ചൂടാക്കാം. ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റണ്ടേ? കടുവൊക്കെ പൊട്ടിക്കണം. കുറച്ച് കടുവിട്ട് കൊടുക്കാം. പൊട്ടട്ടെ. എണ്ണ നല്ല ചൂടായോ? ചൂടായി പൊട്ടി വരും അല്ലയോ? എണ്ണ കുറവാണെങ്കിൽ ശകലോട് ചേർക്കല്ലോ. നല്ല പാട്ട് പാടിക്കേട്ടാ. നമുക്ക് നല്ല പാട്ട് പാടുന്ന പിന്നെ യേശുദാസ് പട്ടിണിയായി പോയി ഇല്ലേ? നമുക്ക് ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോഴേ ചെയ്യാനൊരു മൂഡ് വരും. ഞാനാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പാചകം ചെയ്യുമ്പോൾ റേഡിയോയും ടേപ്പും ഒക്കെ അടുത്ത് വെച്ചോണ്ടാ പാചകമൊക്കെ. അതിനാ എൻ്റെ അച്ഛൻ എന്നിട്ട് കളിയാകും. അവർക്ക് ഏത് സമയം പാട്ട് കേട്ടാലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചത്. ഓർമ്മകളോടി കളിക്കുവാനെത്തി ഉള്ളിയൊക്കെ ഇങ്ങോട്ട് വരട്ടേ. പാട്ടെ ഉള്ളിയൊക്കെ വായിട്ട് വരുന്നില്ലയോ? ഹലോ, ഉള്ളി നല്ല വഴണ്ടെങ്കിൽ ആ രുചി വരും അല്ലയോ? ഈ ഒരു പാത്രം അടിപൊളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലേക്ക് വെളുത്തുള്ളിയും
ഉള്ളി ചെറുതായി വേണ്ട കഴിഞ്ഞാൽ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടാം. ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇല്ല. നമ്മൾ നേരത്തെ ഒരു മുട്ടക്കറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല സൂപ്പർ മുട്ടക്കറിയാണ്. നമ്മളൊരു സാധാരണ രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ആദ്യം ചെയ്ത മുട്ടക്കറി നമ്മൾ ഒരു വീഡിയോ ഇട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും അതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം കമന്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. ഇന്നിപ്പം ഇടിയപ്പത്തിനോട് ഒരു മുട്ടക്കറി വെക്കുവാണ്. എന്നാലും മുട്ടക്കറിയൊക്കെ സൂപ്പർ ആയിരിക്കണേ. അല്ലാതെ പ്രഷർ കാണുമ്പോ ഇവിടുന്ന് വെള്ളം ഒഴിച്ച് ചെങ്കോട്ടെ പോകുന്ന ആക്കല്ലേ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല. ചെയ്യുന്നത്. എന്തായാലും ഉള്ളിയൊക്കെ വേട്ടന്ന് കാണുമ്പോ കൊള്ളാൻ തോന്നും. അതിന് 2 കറിവേപ്പിലേക്ക് ഇടുന്നില്ലേ? കറിവേപ്പില ഉള്ളി വേണ്ട, വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വേണ്ടിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി. അതെ, മസാലകൾ ചേർക്കണം. മസാലയൊക്കെ ചേർത്തെടുക്കണം. അപ്പം നമ്മുടെ ഇടിയപ്പം ഏകദേശമൊക്കെ ബന്ധം തോന്നില്ലേ? ഇടിയപ്പൊക്കെ നമ്മുടെ ഇടിയപ്പത്തിന് ആവി നല്ലപോലെ വന്നിട്ടുണ്ട്. വെന്തായിരിക്കും. തുറന്ന് നോക്കാം. ഇടിയപ്പം വെന്തോടെ? അപ്പം നമ്മുടെ ഇടിയപ്പം വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മുട്ടക്കറിയും കൂടെ നോക്കാം. പെട്ടെന്നാക്കാം. നിങ്ങളെല്ലാവരും രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ പോകാറുണ്ടോ? എനിക്ക് മോർണിംഗ് വാക്കിനൊക്കെ പോകുന്നത് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ചേട്ടൻ നേരത്തെയൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ ചേട്ടനും മടിച്ചിരിക്കുകയാണ്. ചേട്ടനും ചില സമയം ഒരു മടിയനാണ്. ഞാനും അതേപോലെ ചില കാര്യങ്ങളിൽ മടിയുണ്ട്. നല്ല ജോലിയുണ്ട്, അതുകൊണ്ടാണ് സമയം. പിന്നെ നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മസാലകൾ ചേർക്കാം അല്ലയോ? പിന്നെ 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ എല്ലാം ഈക്വലായിട്ടാണ് എടുക്കുന്നത്. അന്നേരം വലിയ എരിവ് കൂടത്തില്ല. കാരണം എനിക്ക് എരിവ് അത്ര ഇഷ്ടമുള്ള കൂട്ടത്തില്ല. ചേട്ടനും അത് തന്നെയല്ലേ, എരിവിനോട് പ്രിയമല്ലല്ലോ. അതുകൊണ്ടെല്ലാം. പിന്നെ ഇത് പെരുംജീരകപ്പൊടിയാണ്. നമുക്ക് മുട്ടക്കറിയൊക്കെ വെക്കുന്നതിന് പെരുംജീരകപ്പൊടിയാണ് നല്ലത്. സാധാ മസാലയൊക്കെ പെരുംജീരകമാണ് നല്ലത്. പെരുംജീരകം പൊടിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പച്ചമുളകൊക്കെ ഒന്ന് മാറണമായിരിക്കും. അപ്പൊ നമുക്ക് ഈ തേങ്ങ അരച്ച പേസ്റ്റാണ് കറി നമ്മൾ ചേർക്കുന്നത്. അതെ, തേങ്ങ നല്ലപോലെ അരച്ചത്. അതൊന്നല്ലയോ? അതെ, അതിന്റെ ആ ഒരു വിശപ്പായോ? നമ്മൾ പാചകം കുറച്ചു നേരം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ? വിശപ്പായി തുടങ്ങിയോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല ഇതുവരെ അല്ലേ? ഇച്ചിരി താമസിച്ചാലും നമുക്ക് കഴിക്കാമല്ലോ. നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ വഴറ്റിട്ടുണ്ട്. ശകലം ഗ്രേവിക്ക് ശകലം വെള്ളം. ശരി, മതിയില്ല ഗ്രേവി ഒരുപാട് വേണ്ടല്ലോ. ഇത് നല്ലപോലെ ഒന്ന് കുറുകണം അല്ലയോ? വെന്ത് കുറുകും. ഹലോ, എല്ലാം റെഡിയായോ? മുട്ട കൂടി ഇട്ടാൽ മതി. മുട്ട കൂടി ഇട്ടാൽ മതി ഇല്ലയോ? ഓക്കെ, മുട്ട ഇടാം അല്ലയോ? ഇനി അതിലേക്ക് നമുക്ക് മുട്ട ഇടാം. മുട്ടയിരിക്കുന്നതാണ് ഒരു ടേസ്റ്റ് അല്ലേ? മുട്ട എങ്ങനെ മുങ്ങിയിരിക്കണം. ഒരു മുട്ട ഇങ്ങനെ ആയിപ്പോയി. ഈ മുട്ടയ്ക്ക് എന്തോടെ വെടി കൊണ്ടുപോലെ ഇരിക്കുന്നത്? ഷേപ്പിലല്ലോ. അയ്യോ, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കില്ലേ? അല്ലേ, ഇടിയപ്പം മുട്ടക്കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് സർവ് ചെയ്താൽ മതി. നമുക്ക് ഇനി കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. വയറ്റി തത്തുന്നം പാടുന്നു. നമുക്ക് ഇടിയപ്പം കഴിക്കാനായിട്ട് പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ. എല്ലാം വെന്തിട്ടുണ്ട്, നല്ലപോലെ സുന്ദരക്കുട്ടന്മാരായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഇല്ലയോ? പിന്നെ മുട്ടക്കറിയും കൂടെ എടുക്കാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കെ.